ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിലവിൽ അതായത് ഫോറിനേഴ്സ്, നമ്മൾ ഇന്ത്യക്കാരായിക്കോട്ടെ വേറെ ഏത് രാജ്യക്കാരായിക്കോട്ടെ, ഫോറിനേഴ്സ് ഇവിടെ വരുമ്പോൾ നമുക്ക് നേരത്തെ എന്ന് പറയുമ്പോൾ സിം എടുക്കാൻ നമ്മുടെ പാസ്പോർട്ട് മാത്രം മതിയായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പാസ്പോർട്ട് ചുമ്മാ കാണിച്ച് എടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ സ്നിൽസ് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻറ്റ്സ് എടുക്കണം. ഇതാണ് ആ പേപ്പർ വരുന്നത്. സ്നിൽസ് കാണിച്ചു തരാം. ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് സ്നിൽസ് എന്ന് പറയുന്ന പേപ്പർ. ഓക്കെ, ഡോക്യുമെൻ്റ്. ഇത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ റീച്ച് ആയതിനു ശേഷം മൈ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ യാൻഡെക്സ് മാപ്പിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാ ഒരു 5 കിലോമീറ്റർ റേഡിയസിലും മൈ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് സ്ഥാപനം അവൈലബിൾ ആണ്. അവിടെ ചെല്ലുക, സ്നിൽസ് വേണമെന്ന് പറയുക, സ്നിൽസ് INN വേണമെന്ന് പറയുക. അപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, പേയ്മെൻ്റ് ഒന്നുമില്ല. എല്ലാ ഫോറിനേഴ്സും മസ്റ്റായിട്ട് എടുത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ സ്നിൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരുന്ന ഫോറിനേഴ്സ് ആരായിക്കോട്ടെ, ഇവിടെ ഉള്ള ആൾക്കാരെ ട്രാക്ക് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഐഡിയ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മളെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഈ സ്നിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം നിർബന്ധമാക്കിയിട്ടുണ്ട്. അതായത് മാർച്ച് ഏപ്രിലോ ഈ 2 മാസത്തിനുള്ളിൽ സ്നിൽസ് INN എടുക്കാത്ത ആൾക്കാർക്ക് സിം കാർഡ് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇവിടെ. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഫ്രീസായി പോകും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതെടുക്കാത്തവർ അപ്പോൾ നിങ്ങൾ റഷ്യയിൽ എവിടെ ആയിക്കോട്ടെ, നിങ്ങൾ ജസ്റ്റ് യാൻഡെക്സ് മാപ്പിൽ മൈ ഡോക്യുമെൻ്റ് സെർച്ച് ചെയ്യുക, അവിടെ പോവുക, ഇത് രണ്ടും എടുക്കുക. പിന്നെ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 വർഷത്തെ വർക്ക് വിസയ്ക്ക് വരുന്ന ആൾക്കാർ നമ്മളിവിടെ എത്തി മെഡിക്കലും കാര്യങ്ങളും സഹർവേയിൽ പോയിട്ട് മെഡിക്കലും കാര്യങ്ങളും ചെയ്ത് നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടിയതിന് ശേഷം 14 വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ 20 വർക്കിംഗ് ഡേയ്സ് കഴിയുമ്പോൾ നമ്മൾ മറ്റേ സഹർവേയിൽ പോയിട്ട് 1A പോയിട്ട് ടോക്കൺ എടുക്കുക. പളിച്ചീനിയിൽ പേരെഴുതി വെയിറ്റ് ചെയ്ത് നിന്ന് നമ്മുടെ ഗ്രീൻ കാർഡ് കൈപ്പറ്റേണ്ടതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഒരു റെഡ് കാർഡും കൂടെ കിട്ടും. ഫോറിനേഴ്സ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു റെഡ് കാർഡും കൂടെ കിട്ടും. അപ്പോൾ ഈ 2 കാർഡുകൾ നിങ്ങൾ എടുക്കാത്ത ആൾക്കാർ, ഈ വർക്ക് വിസയിൽ വന്നിട്ട് ഇതെടുക്കാത്ത ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പോയി കളക്ട് ചെയ്യുക. അതിനും പേയ്മെൻ്റ് ഒന്നുമില്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ ഇപ്പം മുതൽ ഇത് കർശനമാക്കിയേക്കുവാണ്. പിന്നെ രജിസ്ട്രേഷൻ, അതായത് ഇപ്പോൾ പോലീസ് നമ്മളെ ചെക്ക് ചെയ്യുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷനാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ എടുക്കാനുള്ളവർ രജിസ്ട്രേഷൻ എടുക്കുക. കാരണം അതിപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതാരെപ്പറ്റി കുറ്റം പറയുകയോ ഒന്നുമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യക്കാരോട് പണ്ട് ഇവർക്കുള്ള വിലയും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം. അതായത് നമ്മുടെ കൾച്ചർ ഇവിടെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കൂല. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള രീതിയുണ്ട്. ഇവിടെ ഒരു രീതിയുണ്ട്, ആ രീതിയിൽ നിൽക്കുക. പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓപ്പണായിട്ട് പറയാം, നമ്മളെല്ലാവരും വരുന്നത് അൺസ്കിൽഡ് ജോലിക്കാണ്. ഓക്കെ, അൺസ്കിൽഡ് ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിൽഡ് അല്ലാത്ത ജോലി. ഓക്കെ, മനസ്സിലാവുമല്ലോ. ആ ഒരു കാറ്റഗറിയിലാണ് നമ്മളെല്ലാവരും ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഇംഗ്ലീഷ് ആരും സംസാരിക്കില്ല. അപ്പോൾ ഇവിടെ റഷ്യൻ ലാംഗ്വേജ് അറിയാമെങ്കിലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ബേസിക് കാര്യങ്ങളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഒരു കമ്പനിയിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഒരു കമ്പനിയിൽ കയറുമ്പോൾ നമുക്ക് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 80,000 രൂപ ടു 1 ലക്ഷം രൂപ തരത്തില്ല. ഓക്കെ, ഒരു കമ്പനി വെച്ചാൽ എല്ലാ കമ്പനിയല്ല, ഈ വെയർഹൗസ് ഫാക്ടറികൾ, ചില വെയർഹൗസിലൊക്കെ കിട്ടും. ചില വെയർഹൗസിൽ ചെയ്യുന്നതനുസരിച്ചാണ് ജോലി. ചില വെയർഹൗസിൽ ഫിക്സഡ് സാലറി ഉള്ള വെയർഹൗസുകളുണ്ട്. എങ്കിൽ പോലും ഒരു 50,000 ടു 60,000 സ്റ്റാർട്ടിങ് പ്രതീക്ഷിച്ചാൽ മതി. കാരണം നമ്മളിവിടെ വരുന്ന എല്ലാവരും, ഇപ്പോൾ പൊതുവെ ഞാൻ വന്നപ്പോഴാണെങ്കിലും എനിക്ക് ലാംഗ്വേജ് ഒന്നും അറിയില്ലായിരുന്നു. ഒരു ABCD അറിയാണ്ടാണ് ഞാൻ വന്നത്. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത് വെച്ചത് 50,000 രൂപ, 55,000 രൂപ,
ആ ഒരു റേഞ്ചൊക്കെ ആയിരുന്നു നമുക്ക് എല്ലാ ചിലവും കഴിഞ്ഞിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും, അതായത് പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുള്ളായിരിക്കും. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലാംഗ്വേജ് എടുത്തിട്ട് വരിക, ശമ്പളം ഒരു 3 മാസമൊക്കെ നിങ്ങൾക്ക് 50,000 to 60,000 ആ ഒരു റേഞ്ച് ഉള്ള സാലറി ആയിരിക്കും. നിങ്ങളൊരു കമ്പനിയിൽ കയറി ആ കമ്പനിയിൽ നിന്ന് അവിടെ എക്സ്പീരിയൻസ് എടുത്ത് നിങ്ങൾ ലാംഗ്വേജ് പഠിച്ച് ജോലികൾ വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി കൂട്ടി കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഹൈക്ക് ഉണ്ടാവും, അത് കമ്പനിയുടെ ഭാഗത്തു നിന്ന് കിട്ടും. പക്ഷേ മിക്ക ഇന്ത്യൻസും ഒരു കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ മാക്സിമം 1 മാസം അല്ലെങ്കിൽ 1.5 മാസം ജോലി ചെയ്യും, നിർത്തിപ്പോവും. അടുത്ത സ്ഥലത്ത് ജോലി ചെയ്യും, നിർത്തിപ്പോവും. അടുത്ത സ്ഥലത്ത് ജോലി ചെയ്യും, നിർത്തിപ്പോവും. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്ക കമ്പനികൾക്കും നമ്മളെ ആൾക്കാരെ വേണ്ടത് ലോങ് ടൈമായിട്ടാണ്. പക്ഷേ ആൾക്കാർ ജോലി ചെയ്തിട്ട് വേറെ ജോലി കിട്ടുമ്പോൾ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ത്യൻസിനെ മിക്ക കമ്പനികളും എടുക്കുന്നില്ല. അതാണ് സിറ്റുവേഷൻ. പിന്നെ ചില ഹോസ്റ്റലുകളിൽ, കമ്പനി ഹോസ്റ്റലിൽ മദ്യപാനം പറ്റത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് കുടിക്കാം, നിങ്ങൾക്ക് അതാതായിട്ടുള്ള സ്ഥലത്തിരുന്ന് കുടിക്കാം. ഇപ്പോൾ നമുക്കൊരു സാധനം ഇവിടെ അലൗഡ് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാക്സിമം നമ്മൾ ചെയ്യാണ്ടിരിക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ, അതാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, അത് ഒരു ഇന്ത്യയിൽ ഒരുത്തൻ ചെയ്താൽ മതി, പക്ഷെ എല്ലാവരും ഇന്ത്യക്കാരെന്ന് പറയുള്ളൂ, മനസ്സിലായി? അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ഇന്ത്യക്കാരോടുള്ള ഒരു ഇത് പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ വരാൻ നിൽക്കുന്ന ആൾക്കാർ ദൈവത്തോർത്ത് ലാംഗ്വേജ് ഒന്ന് ഫ്ലുവൻ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, പിന്നെ ഒരു കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ ഒരു 5 മാസം അല്ലെങ്കിൽ 6 മാസമെങ്കിലും വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഇപ്പോഴും പറയാം, അൺസ്കിൽഡ് ജോലി എന്ന് പറഞ്ഞാൽ സിമ്പിളല്ല, കഷ്ടപ്പാടായിരിക്കും. ഞാൻ വെയർഹൗസിൽ ജോലി ചെയ്തിട്ടുണ്ട്, KFCയിൽ ക്ലീനിങ്ങിന് പോയിട്ടുണ്ട്, ക്യാൻറ്റീനിൽ വർക്കിന് പോയിട്ടുണ്ട്, ഫുഡ് പ്രൊഡക്ഷനിൽ പോയിട്ടുണ്ട്, ഒരുപാട് കമ്പനികളിൽ ഞാനും ജോലി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യമേ ഇവിടെ വന്ന ഒരാൾക്കൊന്ന് സ്റ്റേബിൾ ആവാൻ ഒരു 4-5 മാസം പിടിക്കും. ഇവിടെ വരുമ്പോൾ തന്നെ 1,00,000 രൂപ ശമ്പളമൊന്നും കിട്ടത്തില്ല. നമ്മളൊരു കമ്പനിയിൽ നിന്ന് നമ്മുടെ പെർഫോമൻസ്, ലാംഗ്വേജ്, മെയിനായിട്ട് ലാംഗ്വേജാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ലാംഗ്വേജ് എടുത്തോ. ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയാമോ, നിങ്ങൾ പഠിച്ച് അത്യാവശ്യം സെറ്റായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നല്ല സാലറി സ്കെയിലുള്ള ജോലി നിങ്ങൾക്ക് കിട്ടും, 100% ഗ്യാരണ്ടിയാണ്. ഇതൊന്നും അറിയാത്തൊരു ബിഗിനറായിട്ടുള്ള ഒരാൾ ഇവിടെ വരുമ്പോൾ ആൾക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി സ്റ്റേബിൾ ആവാൻ വേണ്ടി കുറച്ച് സമയം പിടിക്കും, സ്വാഭാവികമാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിട്ട് വരിക. അപ്പോൾ അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചെക്കിങ്ങാണ്. ഡോക്യുമെൻറ്റ്സ്, രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാൾ പോലും പുറത്തിറങ്ങി നടക്കരുത്. പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ പോലീസിൽ, അതായത് ട്രാഫിക് പോലീസിനൊന്നും നമ്മുടെ രജിസ്ട്രേഷൻ അതൊന്നും ചെക്ക് ചെയ്യേണ്ട നിയമം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാ ഓഫീസേഴ്സിനും ഏതെങ്കിലും ഒരു ഫോറിനറിനെ കണ്ട് ഡൗട്ട് തോന്നി കഴിഞ്ഞാൽ അവൻ്റെ ഫുൾ ഡോക്യുമെൻറ്റ് ചെക്ക് ചെയ്യാം. പിന്നെ പുറത്തുകൂടെ നടക്കുമ്പോൾ ബിയർ കുടിച്ച് നടക്കുക, അല്ലെങ്കിൽ വെള്ളം ഒടിച്ച് നടക്കുക, അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ള ആക്ഷൻസും കാര്യങ്ങളൊക്കെ എടുക്കും. പുതിയ ഇത് വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ആൾക്കാരെ പിടിക്കാൻ വേണ്ടി പ്രത്യേക ഒരു ഫോഴ്സ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ഇവിടെ ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്കറിയാവുന്ന കുറച്ച് പേരെ പിടിച്ചിട്ടുണ്ട്. അവർ നിലവിൽ അവരെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഇതിലാണ്. 4 ദിവസമായിട്ട് അവരെ വിട്ടിട്ടില്ല. അവരിപ്പോഴും അവരുടെ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. 4 ദിവസം കഴിഞ്ഞാൽ വിടും. ദൈവത്തോർത്ത് വിസിറ്റ് വിസയിൽ വരരുത്. ഓക്കെ, വിസിറ്റ് വിസയിൽ വന്ന് വർക്ക് പെർമിറ്റിലോട്ട് മാറ്റാം എന്ന് ഏതെങ്കിലും ഒരു ഏജൻസി പറഞ്ഞാൽ അത് വിശ്വസിച്ച് ഇവിടെ വന്ന് പെടാൻ നിൽക്കരുത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ജോലി പോലും ഒപ്പിച്ചു തരാൻ പറ്റത്തില്ല. കാരണം ഹൈ റിസ്ക് ആണ് ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ സാഹചര്യം. ഇല്ലീഗൽ മൈഗ്രൻസിനെ 2 മാസം കൊണ്ട് ഇവിടുന്ന് ഫുൾ ഒഴിവാക്കുക, അതാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഫുൾ ചെക്കിംഗ് ആണ്. എല്ലാ കമ്പനികളിലും മെട്രോ സ്റ്റേഷനിലൊക്കെ ചെക്കിംഗ് ആണ്. ഡോക്യുമെൻ്റ് ഇല്ലാത്ത ആരും പുറത്തോട്ട് ഇറങ്ങരുത്. ടൂറിസ്റ്റ് വിസയിൽ ആരും ഇവിടെ വരരുത്. ടൂറിസ്റ്റ് വിസയിൽ വരാം, കറങ്ങിയിട്ട് പോവാം, ജോലി ചെയ്യാൻ വേണ്ടി വരരുത്. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, സ്റ്റുഡൻ്റായിട്ട് വന്നാൽ എങ്ങനെയാണ്? സ്റ്റുഡൻ്റായിട്ട് വരാം, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വരാം. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നിങ്ങൾ സ്റ്റുഡൻ്റായിട്ട് ഇവിടെ വരിക, നിങ്ങൾ പഠിക്കുക. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, നിങ്ങൾ ലാംഗ്വേജ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് ഇവിടെ തന്നെ അപ്ലൈ ചെയ്യാം. അതും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. അങ്ങനെയുള്ളവർ ഇവിടെ വരിക. ജോലി ചെയ്യാനാണെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ആരും വരരുത്. പിന്നെ ചില യൂണിവേഴ്സിറ്റികൾ ഇവിടെ ബ്ലാക്ക് ലിസ്റ്റഡാണ്. നാട്ടിൽ നിന്ന് ആരും ഇതൊന്നും അറിയണില്ല, ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് അറിയണം. ചിലവർ എയർപോർട്ടിൽ നിൽക്കുമ്പോഴായിരിക്കും അറിയുന്നത്, മനസ്സിലായോ? അപ്പോൾ എല്ലാം ചെക്ക് ചെയ്യുക, എല്ലാം അന്വേഷിക്കുക, അതിന് ശേഷം മാത്രം വരിക. കഷ്ടപ്പെടാൻ താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. ഇവിടുത്തെ വർക്ക് ഭയങ്കര ഹാർഡ് വർക്കാണ്. വർക്ക് സിമ്പിളല്ല.
ഓക്കെ, ഞാൻ ഓപ്പണായിട്ട് പറയാം, ഇവിടുത്തെ വർക്ക് ഹാർഡ് വർക്കാണ്. എന്ത് ജോലി ആയിക്കോട്ടെ, റെസ്റ്റോറൻറ്റ് ജോലി ആയിക്കോട്ടെ, എന്ത് ജോലി ആയിക്കോട്ടെ, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ട്. സാലറി ഞാൻ നേരത്തെ പറഞ്ഞ സാലറി റേഞ്ച് ആയിരിക്കും കിട്ടുന്നത്. എല്ലാവരും അത് പ്രതീക്ഷിച്ച് ആദ്യം വന്നാൽ മതി. അതായത് ഇതൊരു യൂറോപ്പല്ല, മനസ്സിലാക്കുക. വരുമ്പോൾ തന്നെ 1 ലക്ഷം 2 ലക്ഷം ഒന്നും ശമ്പളം കിട്ടത്തില്ല. ഇവിടെ വരിക, ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്ത് ഇവിടെ നിൽക്കാൻ പറ്റും എന്നുള്ളവർ മാത്രം വരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇനി ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ തരാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദാസ് വിദാനി.